കിട്ടിയതൊന്നും വീട്ടിൽ കൊണ്ടുവന്ന ശീലം എനിക്കില്ല ബിഗ് ബോഫേ, സിഐഡി രാംദാസേ. പിച്ചി മാന്തി കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ട് പരാതി പറയാൻ ചെല്ലണ്ടെന്നാണ് സിഐഡി രാംദാസും ബിഗ് ബോസും പറഞ്ഞത്. അതുകൊണ്ട് ആദ്യത്തെ റൗണ്ടിൽ തനിക്ക് കിട്ടിയ പരിക്കുകളെല്ലാം ഒളിപ്പിച്ച് ആരോടും പരാതിയൊന്നുമില്ല, പരിഭവം ഒന്നും രേഖപ്പെടുത്തിയില്ല ജിൻഡോ ആരെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാനും ശ്രമിച്ചില്ല. ഗബ്രി അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു. അതിനിടയിൽ ചവിട്ടുകയും കടിക്കുകയും പിച്ചുകയും മാന്തുകയും എല്ലാം ചെയ്തു. ശരീരമാസകലം പരിക്കായിരുന്നു ജിൻഡോയുടെ, ചോര വഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെയും കൂടെ തീർത്തു ജിൻഡോ ലാസ്റ്റ് റൗണ്ടിൽ. ജിൻഡോ മാത്രമേ ഉള്ളായിരുന്നു, ഗബ്രിയും ശരണ്യയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഗബ്രിയെ പിടിക്കുന്നുണ്ട്, ഗബ്രിയുടെ തല കസേരയ്ക്കുള്ളിൽ ആക്കുന്നുണ്ട്. കൊടുക്കേണ്ടതെല്ലാം കൃത്യമായിട്ട് സ്ഥാനം നോക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശരണ്യയുടെ തലയെ പിടിച്ച് മുടിയെ പിടിച്ച് വലിച്ച് ഇടുന്നുണ്ട്. ബിഗ് ബോസിന് ഒരക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. ബിഗ് ബോസും സിഐഡി രാംദാസും ഒക്കെ വന്ന് പറഞ്ഞതാണ്, ഈ പിറ്റി മാന്തി കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞു. ടാസ്കിൻ്റെ രീതിയിൽ തന്നെ കളിച്ചു. അപ്പം തനിക്ക് കിട്ടിയതെല്ലാം വയറ് നിറച്ച് ഗബ്രിക്കും ശരണിക്കും ഒക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിന് വിട്ടൊരു പണി കൊടുത്തിട്ടുണ്ട്, പ്രോപ്പർട്ടികൾ 2-3 നശിച്ചിട്ടുമുണ്ട്. അപ്പം ജിൻഡോയുടെ ഗെയിം ഇതാണ്, പറഞ്ഞു നോക്കും, പിന്നെ ചൊല്ലും, തല്ലും, പിന്നെ തള്ളിക്കളയും എന്ന് പറയുന്ന ആ രീതി തന്നെ ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. ഏതായാലും തൻ്റെ ടീമിൽ നിന്ന ജാസ്മിനായാലും ഹൻഫിബി ആയാലും അവർ ഓട്ടത്തിലൊക്കെ വളരെയധികം പെയ്യോട്ടാണ്. പിന്നെ ജാസ്മിൻ്റെ കാര്യം ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ജാസ്മിൻ ഈ ഗെയിം നല്ല ആത്മാർത്ഥത കൂടിയാണോ കളിച്ചത് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഹൻഫിബി ആയാലും നമ്മുടെ ജാസ്മിനായാലും കളിച്ചത് വളരെ മോശമാണ്. പക്ഷേ 1 മാൻ ഷോ ആയിട്ട് ജിൻഡോ നിന്ന് കളിച്ചു, ലാസ്റ്റ് വരെ പൊരുതി. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിൻ്റെയും എന്തെന്നും വെച്ച് അദ്ദേഹത്തിന് ഓടി ജയിക്കുക എന്ന് പറയുന്നത് അത് ഇച്ചിരി ശ്രമകരമായ ദൗത്യമാണ്. പിന്നെ എല്ലാം കൂടെ പരിക്ക് പറ്റിക്കുകയും ചെയ്തു. ഏതായാലും കിട്ടേണ്ടത് തനിക്ക് കിട്ടിയത് മൊത്തം പലിശ സഹിതം തീർത്ത് ഗബ്രിക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ മടക്കം. ഏതായാലും പവർ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് നടത്തിയ നാടകം ഏതായാലും അത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ടാസ്ക് നമ്മുടെ പഴയ പവർ ടീം തന്നെയാണ്, ഗബ്രി ടീം തന്നെയാണ് വിജയിച്ചത്. ഇനിയും പുതിയ ബിഗ് ബോസ് വാർത്തകളുമായി വീണ്ടും എത്താം.